ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആംഗിൾസ് അഥവാ കോണുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആംഗിൾസ് അഥവാ കോണുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. മിനിമം 5 ക്വസ്റ്റ്യൻ എങ്കിലും സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും ആംഗിൾസ് അഥവാ കോണുകൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ഓണം എക്സാമിന് വരുന്നതാണ്. സോ ഒരു 3 നിയമങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടഫ് ഫിഗർ തന്നിട്ട് ആംഗിൾസ് അഥവാ കോണുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ആ 3 നിയമങ്ങൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ വളരെ ഷോർട്ടായിട്ട് ആ 3 നിയമങ്ങളും ഏതൊക്കെയാണെന്നൊന്ന് പറയുക. അപ്പൊ ഇതിൽ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു സർക്കിൾ അഥവാ ഒരു വൃത്തം തന്നിട്ടുണ്ട്. ഈ ഒരു ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് കോഡ്സ് അഥവാ ഞാണുകൾ. എന്താണ് കോഡ്സ് എന്ന് പറയുന്നത്? സർക്കിളിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിച്ച് വരയ്ക്കുന്ന വരകളെയാണ് നമ്മൾ കോഡ്സ് അഥവാ ഞാണുകൾ എന്ന് പറയുക. ഈ കോഡ്സിൽ നിന്നും വൃത്തത്തിന്റെ ഒരേ ഡയറക്ഷനിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും അഥവാ എല്ലാ കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, ഈ ഒരു സെയിം കോഡിൽ നിന്നാണ് ഇപ്പൊ ഇവിടെ ഈ 3 ആംഗിൾസ് അഥവാ ഈ 3 കോണുകളും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 കോണുകളും എന്താണ്? തുല്യമാണ്. ഓക്കെ, അപ്പൊ 2 നിയമങ്ങളാണ്. ഒന്ന്, ഒരേ കോഡിൽ നിന്നുള്ള കോണുകളായിരിക്കണം. രണ്ടാമത്തത്, വൃത്തത്തിന്റെ ഒരേ ഡയറക്ഷനിലേക്കായിരിക്കണം കോണുകൾ വരുന്നത്. അപ്പൊ ഈ ഒരു കോഡിൽ നിന്നും ഇങ്ങോട്ടൊരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ ഇതും C° ആവുമോ? ഇല്ല. ഇത് എത്രയാണ്? 180 - C° ആയിരിക്കും. ഓക്കെ, കാരണം ഈ ഒരു കോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, ഈ ആംഗിൾസുകളുടെ എല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഈ ഒരു ആംഗിൾ അഥവാ ഈ ഒരു കോൺ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയായിരിക്കും? 180 നിന്നും ഈ ആംഗിൾ കുറച്ചതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നിയമം നോക്കാം. ഇവിടെ ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഈ സർക്കിളിന്റെ സെന്ററിലൂടെ പോകുന്ന ഒരു കോഡ് അഥവാ ഒരു ഞാണാണ് ഇത്. സർക്കിളിന്റെ സെന്ററിലൂടെ പോകുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ അഥവാ വ്യാസം. അതായത് ഒരു ഡയമീറ്റർ അഥവാ ഒരു വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾസ്. ഓക്കെ, അവിടെ ഡയറക്ഷൻ ഒന്നുമില്ല. അതായത് ഈ സൈഡിലേക്ക് വന്നാലും ഈ സൈഡിലേക്ക് വന്നാലും ആംഗിൾ എത്രയായിരിക്കും? 90° ആയിരിക്കും. ഇനി ഈ ഡയമീറ്ററിൽ നിന്നും സർക്കിളിന്റെ പുറത്തേക്ക് അഥവാ വൃത്തത്തിന്റെ പുറത്തേക്ക് വരുന്ന ആംഗിൾ 90°യേക്കാൾ കുറവായിരിക്കും. ഇനി ഈ ഡയമീറ്റർ അഥവാ വ്യാസത്തിൽ നിന്നും വൃത്തത്തിന്റെ ഉള്ളിൽ വരുന്ന ആംഗിൾ 90°യേക്കാൾ കൂടുതലായിരിക്കും. ഇനി മൂന്നാമത്തെ നിയമമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമം. ഇതാണ് ഈ ഒരു ഫിഗറിലെ കോഡ് അഥവാ ഞാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? AB എന്നിടാം. അപ്പൊ AB ആണ് ഈ സർക്കിളിന്റെ കോഡ് അഥവാ ഞാൻ. ഇതാണ് സർക്കിളിന്റെ സെന്റർ. അപ്പൊ ഈ AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ അഥവാ വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു കോണിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്നാണ് പറയുക. ഓക്കെ, അത് X° ആണെങ്കിൽ ഇതേ കോഡിൽ നിന്നും ഈ കേന്ദ്ര കോണിന്റെ സെയിം സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ഈ ആംഗിൾ ഈ കേന്ദ്ര കോൺ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും, X/2°. ക്ലിയർ ആയില്ലേ? ഇനി ഈ AB എന്ന് പറയുന്ന ഈ സെയിം കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ അഥവാ സെൻട്രൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 180 - X/2 ആയിരിക്കും. അതായത് 180 നിന്നും കേന്ദ്ര കോണിന്റെ പകുതി കുറച്ചതായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ് AB എന്ന് പറയുന്ന ഒരു കോഡ്. ഈ കോഡിൽ നിന്നും അഥവാ ഈ ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന ഈ ആംഗിൾ X° ആണെങ്കിൽ ഇതേ കോഡിൽ നിന്നും ഈ കേന്ദ്ര കോണിന്റെ സെയിം സൈഡിലേക്ക് വരുന്ന ഈ ആംഗിൾ X/2° ആയിരിക്കും. ഇതേ കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ഈ ആംഗിൾ 180 - X/2° ആയിരിക്കും. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 3 നിയമങ്ങൾ. ഈ 3 നിയമങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും വരുന്ന ഏത് ആംഗിൾസും അഥവാ ഏത് കോണുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഈ 3 നിയമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു കോണുകൾ അഥവാ ആംഗിൾസ് കണ്ടുപിടിക്കുക എന്ന് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. In the figure, centers of circles are C and O. ഈ ഒരു ഫിഗറിൽ 2 സർക്കിൾസ് അഥവാ 2 വൃത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ചെറിയ സർക്കിളിന്റെ അഥവാ ചെറിയ വൃത്തത്തിന്റെ സെന്റർ O ആണ്. വലിയ വൃത്തത്തിന്റെ സെന്റർ C ആണ്. ഈ 2 സർക്കിൾസും അഥവാ 2 വൃത്തങ്ങളും PR എന്നീ പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്, അതായത് കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ PQR 70° ആണ്. PQR. ഓക്കെ, PQR അതായത് ഈ ഒരു ആംഗിൾ 70° ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്.
ഓക്കെ, 3 ആംഗിൾസുകൾ അഥവാ 3 കോണുകൾ കണ്ടുപിടിക്കാനായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോൺ ആംഗിൾ POR, POR, അതായത് ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ആംഗിൾ വന്നിട്ടുള്ളത് ഈ ഒരു ചെറിയ സർക്കിളിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ സർക്കിൾ മാത്രം എടുത്തു നോക്കാം. ഇവിടെ ഈ ചെറിയ സർക്കിളിലെ 2 പോയിന്റ്സ് ആണ് PR എന്നത്. ഓക്കെ, നമുക്ക് ഈ PR നെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് എന്ത് പറയാം, PR എന്നത് ഈ ഒരു സ്മോൾ സർക്കിളിന്റെ ഒരു കോഡ് അഥവാ ഒരു ഞാണാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു PR എന്ന് പറയുന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും ഈ സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ കേന്ദ്രത്തിലേക്ക് വന്നിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ POR. അതായത് ആംഗിൾ POR എന്ന് പറയുന്നത് ഈ ഒരു സ്മോൾ സർക്കിളിന്റെ അഥവാ ഈ ഒരു ചെറിയ വൃത്തത്തിന്റെ കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ ആണ്. ഓക്കെ, ഇനി PR എന്ന് പറയുന്ന ഈ ഒരു കോഡിൽ നിന്ന് ഈ ഒരു സെയിം കോഡിൽ നിന്നും ഈ ഒരു കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിളിന്റെ സെയിം സൈഡിലേക്ക് വന്നിട്ടുള്ള ഒരു ആംഗിൾ ആണ് PQR. ഓക്കെ, അത് എത്രയാ, 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മൂന്നാമത് പഠിച്ച ഫിഗറിൽ നമ്മൾ പറഞ്ഞു, ഒരു കോഡ് അഥവാ ഒരു ഞാണിൽ നിന്നും ആ സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ കേന്ദ്രത്തിലേക്ക് വരുന്ന കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിളും അതേ കോഡിൽ നിന്നും ഈ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോണിന്റെ സെയിം സൈഡിലേക്ക് വരുന്ന വൃത്തത്തിലേക്ക് വരുന്ന ആംഗിളും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? അതെന്താണ്? PR എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഈ ഒരു ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ഈ ഒരു ആംഗിൾ PQR എന്ന് പറയുന്നത് ഇതേ സെയിം കോഡ് അഥവാ ഞാണിൽ നിന്നും ഈ സർക്കിളിൽ വന്ന കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. അതായത് ഈ ഒരു ആംഗിളിന്റെ പകുതിയാണ് ഈ ഒരു ആംഗിൾ. അപ്പൊ ഈ ഒരു ആംഗിളിന്റെ പകുതി 70 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 70 ഡിഗ്രിയുടെ ഇരട്ടിയായിരിക്കും. ക്ലിയർ ആയില്ലേ? നമ്മൾ നേരത്തെ ഫിഗറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഫിഗറിൽ നമ്മൾ പഠിച്ചു, ഒരു കോഡ് അഥവാ ഒരു ഞാൺ ഈ ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് അഥവാ സർക്കിളിന്റെ സെന്ററിലേക്ക് വരുന്ന ആംഗിളും അതുപോലെ തന്നെ അതേ കോഡിൽ നിന്നും കേന്ദ്രകോണിന്റെ സെയിം സൈഡിലേക്ക് വരുന്ന ഈ ഒരു ആംഗിളും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്തായിരുന്നു ആ റിലേഷൻ? ഈ ഒരു ആംഗിളിന്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ. ഈ ആംഗിൾ X ആണെങ്കിൽ ഈ ആംഗിൾ X/2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ എത്ര വരും? 70ന്റെ ഇരട്ടി. അതായത് ആംഗിൾ POR എന്ന് പറയുമ്പോൾ 70ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 70 ഗുണിക്കണം 2 എത്രയാ? 140 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ആംഗിൾ 140 ഡിഗ്രി ആണെന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ ആംഗിൾ PSR. ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ആംഗിൾ വരുന്നത് ഈ വലിയ സർക്കിളിലാണ് അഥവാ ഈ വലിയ വൃത്തത്തിലല്ലേ വരുന്നത്. സോ നമ്മൾ ഈ വലിയ സർക്കിൾ മാത്രം നോക്കുകയാണ്. ഓക്കെ, ഈ ഒരു വലിയ സർക്കിളിലും കോഡ് അഥവാ ഞാണായിട്ട് വരുന്നത് PR എന്ന ഈ ഒരു ലൈനാണ്. ഓക്കെ, ഈ PR എന്ന് പറയുന്ന ഈ ഒരു കോഡ് അഥവാ ഞാണിൽ നിന്നും ഈ ഒരു സർക്കിളിന്റെ സെന്ററിലേക്ക് വരുന്ന ആംഗിൾ ആണ് PCR. അതായത് ഈ ഒരു ആംഗിൾ. ഓക്കെ, അതായത് ഇതാണ് ഈ ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ. ഇനി സെയിം കോഡായ PR-ൽ നിന്നും ഈ കേന്ദ്രകോണിന്റെ അഥവാ സെൻട്രൽ ആംഗിളിന്റെ സെയിം സൈഡിലേക്ക് വരുന്ന ആംഗിൾ ആണ് PSR. ഓക്കെ, ഇനി ഇതേ PR എന്ന് പറയുന്ന ഈ കോഡിൽ നിന്നും കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ POR. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതും നമ്മൾ മൂന്നാമത്തെ ആ ഫിഗർ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സർക്കിൾ. ഈ ഒരു സർക്കിൾ മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണ്. ഇതാണ് ഈ സർക്കിളിന്റെ സെന്റർ. PR എന്ന് പറയുന്ന ഒരു കോഡ് അഥവാ ഞാണിൽ നിന്നും ഈ സർക്കിളിന്റെ സെന്ററിലേക്ക് വന്ന ആംഗിൾ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോണാണ് PCR. അപ്പൊ നമ്മൾ നേരത്തെ ഫിഗർ പ്രകാരം ഇത് എത്രയാണ്? X ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഈ കേന്ദ്രകോണിന്റെ സെയിം സൈഡിലേക്ക് ഇതേ കോഡിൽ നിന്നും ഇതേ ഞാണിൽ നിന്നും PR എന്ന് പറയുന്ന സെയിം കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ PSR. ഇത് എത്രയാണ്? കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. X/2 ഡിഗ്രി ആയിരിക്കും. ഇനി PR എന്ന് പറയുന്ന സെയിം കോഡ് അഥവാ ഞാണിൽ നിന്നും ഈ കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ POR. നമ്മൾ നേരത്തെ പഠിച്ച ഫിഗർ പ്രകാരം ഈ ആംഗിൾ എത്രയാണ്? 180 മൈനസ് X/2 ആണ്. 180ൽ നിന്നും കേന്ദ്രകോണിന്റെ പകുതി കുറച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 ആംഗിൾസും തമ്മിലുള്ള റിലേഷൻ കിട്ടി. സെൻട്രൽ ആംഗിൾ X ഡിഗ്രിയാണ്. സെൻട്രൽ ആംഗിളിന്റെ സെയിം സൈഡിലേക്ക് വരുന്ന ഈ ആംഗിൾ X/2 ഡിഗ്രിയാണ്. സെൻട്രൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ഈ ആംഗിൾ 180 മൈനസ് X/2 ഡിഗ്രിയാണ്. ഓക്കെ,
അപ്പൊ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഒരു ആംഗിൾ എത്രയാണെന്ന്. അതായത് 180 മൈനസ് x/2 എന്ന് പറയുന്നത് 140 ഡിഗ്രിയാണ്. ഓക്കെ, അതായത് ആംഗിൾ POR എന്ന് പറയുന്നത് 140 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് 180 മൈനസ് x/2 എന്ന് പറയുന്നത് 140 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് PSR എന്ന ഈ ഒരു ആംഗിൾ ആണ്. ഈ ആംഗിൾ എത്രയാണ്? x/2 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഈ 180 മൈനസ് x/2 ഈക്വൽ ടു 140 എന്ന ഈ ഒരു ഇക്വേഷനിൽ നിന്നും x/2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ മൈനസ് x/2ന്റെ ഇക്വേഷന്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം, പ്ലസ് 140യെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ വരും? 180. അതുപോലെ എഴുതുന്നു. ഇവിടെ പ്ലസ് 140 ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 140 ഈക്വൽ ടു ഈ മൈനസ് x/2 ഈ സൈഡിലേക്ക് പോകുമ്പോൾ x/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x/2 എന്ന് പറയുന്നത് 180ൽ നിന്നും 140 കുറച്ചതാണ്. അതായത് x/2 എന്ന് പറഞ്ഞാൽ എത്ര? 180ൽ നിന്നും 140 പോയാൽ 40 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ PSR എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രിയാണ്. ഹായ്, SSLC എക്സാമിൽ A+ നഷ്ടപ്പെടാനും ഫെയിൽ ആവാനും ഏറ്റവും ചാൻസ് ഉള്ള ഒരു വിഷയമാണ് മാത്സ്. അതുകൊണ്ട് നമ്മൾ മാത്സ് എന്ന സബ്ജക്റ്റിന് വേണ്ടി ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് കുട്ടികൾ DM ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിലും മാക്സിമം 5 കുട്ടികളാണ് ഉണ്ടാവുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് ക്ലാസുകൾ ഉണ്ടാവുന്നത്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി മുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്ക് വരെയുള്ള 13 ചാപ്റ്റേഴ്സും വിശദമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. മാത്സിൽ എത്ര ബേസ് കുറവായ കുട്ടികൾക്കും ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നത്. ഡെമോ ക്ലാസ്സുകൾക്കായി നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാവുന്നതാണ്. ഓരോ പാഠത്തിന്റെയും റിവിഷൻ ആവശ്യമായ ഷോർട്ട് നോട്ടുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചോദ്യങ്ങളും കുട്ടികൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത ചോദ്യം എന്താണ്? ആംഗിൾ PCR. PCR എന്ന് പറയുന്നത് എന്താണ്? x ഡിഗ്രിയാണ്. അതായത് ഇതിലെ എക്സിന്റെ വാല്യൂ എന്താണോ അതാണ് ആംഗിൾ PCR എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2 ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഇവിടെ ഹരണം 2 ആണ്. അത് ഈ സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് വരും? ഗുണനം 2 ആവും. 40 ഡിഗ്രി ഇൻറ്റു 2 എത്ര വരും? 80 ഡിഗ്രി. അതായത് ആംഗിൾ PCR എത്ര വന്നു? 80 ഡിഗ്രി എന്ന് വന്നു. ക്ലിയർ ആയില്ലേ? നമ്മൾ നേരത്തെ പഠിച്ച 3ാമത്തെ നിയമം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം ഫുൾ ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏത് നിയമം യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നത് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുകയുള്ളൂ? പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും 2014 മുതൽ 2025 വരെ എല്ലാ എക്സാമിനും വന്നിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാം. അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏത് നിയമം, നമ്മൾ നേരത്തെ പഠിച്ച 3 നിയമത്തിൽ ഏത് നിയമം യൂസ് ചെയ്ത് ആ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സോ എല്ലാവരും ആ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.